കേരളത്തിൻ്റെ ചരിത്രത്തിൽ മാത്രമല്ല, ഇന്ത്യയുടെ ചരിത്രത്തിൽ പോലും വയനാട്ടിലുണ്ടായതുപോലെ ഒരു ദുരന്തം ഉണ്ടായിട്ട് മരിച്ച മനുഷ്യരുടെ എണ്ണം കൊണ്ടും കാണാതായവരുടെ എണ്ണം കൊണ്ടും മാത്രമല്ല ഈ ഉരുൾപൊട്ടൽ ചരിത്രത്തിൽ ഇടം നേടുന്നത്. ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെയും കാണാതായവരുടെയും അനുഭവങ്ങൾക്കപ്പുറം ശരീരാവശിഷ്ടങ്ങളായി തല മാത്രമായും കൈകളും കാലുകളും മാത്രമായും പുഴയിൽ നിന്ന്, ചാലിയാർ പുഴയിൽ നിന്ന് കിട്ടിയ നൂറുകണക്കിന് മൃതദേഹങ്ങൾ. ആ മൃതദേഹ അവശിഷ്ടങ്ങൾ DNA ടെസ്റ്റിലൂടെ മാത്രമേ ആരുടേതാണെന്ന് തിരിച്ചറിയാനാവൂ. കഴിഞ്ഞ ദിവസങ്ങളിൽ DNA പരിശോധനാ ഫലങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ രാജ്യത്തിൻ്റെ രാജ്യത്തുണ്ടായ പ്രകൃതി ദുരന്തങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ പോലും നൂറുകണക്കിന് മനുഷ്യരുടെ ഭൗതിക ശരീരഭാഗങ്ങൾ ഇതുപോലെ ഒരു പ്രദേശത്ത് കൂട്ടമായി അടക്കം ചെയ്ത ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടാകും. എല്ലാ ദൈവങ്ങളും, കണ്ണിൽ ചോരയില്ലാത്ത എല്ലാ ദൈവങ്ങളും കൈവിട്ട് കളഞ്ഞ ഈ മനുഷ്യർ അവരുടെ ഭൗതിക ശരീരം അടക്കം ചെയ്യുമ്പോൾ സർവമത പ്രാർത്ഥന വയനാട്ടിൽ നടത്തിയിരുന്നു. ഒരർത്ഥത്തിൽ എന്തൊരു കാപട്യം എന്നു തന്നെയാണ് ഏത് മനുഷ്യനും ചിന്തിക്കുക. കാരണം ഈ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോൾ ഈ പറയുന്ന ദൈവങ്ങൾ എവിടെയായിരുന്നു? ഒരു കുറ്റവും ചെയ്യാത്ത പാപങ്ങൾ കൃഷി ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്ന ഈ പാവങ്ങളുടെ ജീവിതം, അവരുടെ കിടപ്പാടം, അവരുടെ ഭൂമി എല്ലാം മലവെള്ളപ്പാച്ചിൽ കൊണ്ടുപോയപ്പോൾ ദൈവങ്ങൾ എവിടെയായിരുന്നു? അപ്പോൾ സർവമത പ്രാർത്ഥനയോടെ ഈ ശവസംസ്കാര ചടങ്ങ് നടന്നതിന് ശേഷം ഇപ്പോൾ വരുന്ന വാർത്ത ഭൂമി തേടി സർക്കാർ എന്നാണ്. കാരണം ജീവിച്ചിരിക്കുന്ന, ഭാഗികമായെങ്കിലും ജീവൻ നിലനിർത്തിയിരിക്കുന്ന മനുഷ്യരെ പുനരധിവസിപ്പിക്കാൻ ഭൂമി തേടി സർക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. ഇത് കാണുമ്പോൾ എന്തൊരു വലിയ കാപട്യമാണ് നമ്മുടെ രാഷ്ട്രീയം എന്ന് ചിന്തിക്കേണ്ടി വരും. കാരണം ഹാരിസനും ടാറ്റയും ഉൾപ്പെടെയുള്ള വൻ കുത്തകകൾ കൈയടക്കി വച്ചിരിക്കുന്നത് 10 ലക്ഷം ഹെക്ടർ ഭൂമിയാണ്. അനധികൃതമായി അവർ കൈയടക്കി വച്ചിരിക്കുകയാണ്. സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ബ്രിട്ടീഷുകാർ കൈയടക്കിയിരുന്ന, ബ്രിട്ടീഷുകാർ കൊച്ചി രാജാവുമായും മറ്റും ഒപ്പുവെച്ച കരാറിൻ്റെ അടിസ്ഥാനത്തിൽ 1976 കാലത്ത് കച്ചവടം നടത്തിയ ഹാരിസൻ്റെയും ടാറ്റയുടെയും തോട്ടങ്ങൾ പിടിച്ചെടുത്ത് അത് പാവപ്പെട്ടവർക്ക്, ഭൂരഹിതർക്ക് നൽകണം എന്ന ആവശ്യം ഹൈക്കോടതിയുടെ മുന്നിൽ കൊണ്ടുവന്നത് ഗവൺമെൻറ് പ്ലീഡറായിരുന്ന സുശീല ആർ ഭട്ടാണ്. സുശീല ആർ ഭട്ട് ഹൈക്കോടതി അഭിഭാഷകയായിരുന്നു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ റവന്യൂ മന്ത്രിയായിരുന്ന കാലത്താണ് സുശീല ഭട്ടിനെ വനം വകുപ്പിൻ്റെയും റവന്യൂ വകുപ്പിൻ്റെയും കേസുകൾ കേൾക്കാനുള്ള ഗവൺമെൻറ് പ്ലീഡറായി നിയമിച്ചത്. അവർ കണ്ടെടുത്ത ഒരു അപൂർവ രേഖ, സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഉണ്ടാക്കിയ കരാറുകൾ. ആ കരാറുകളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ സർക്കാർ കരം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. മൂന്നാറിലെയും ഇടുക്കിയിലെയും വയനാട്ടിലെയും എല്ലാം വൻകിടക്കാരായ തോട്ട ഉടമകൾ കരമടച്ചിരുന്നത് ഈ 76 കാലം വരെയും ബ്രിട്ടീഷ് രാജ്ഞിയുടെ പേരിലാണ്. എന്തൊരു വിരോധാഭാസമാണ്! 1947 സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ആ ദിവസത്തിന് മുമ്പുണ്ടായ എല്ലാ കരാറുകളും ഇൻഡിപെൻഡൻസ് ആക്ട് അനുസരിച്ച് നിയമവിരുദ്ധമാണ്. അപ്പോൾ ആ നിയമവിരുദ്ധമായ നിലയിൽ ഹാരിസനും മറ്റും തട്ടിയെടുത്ത ഭൂമി, അപ്പോൾ ഇപ്പോൾ തന്നെ വയനാട്ടിലെ ഈ മരിച്ചുപോയ മനുഷ്യരെ ശരീരങ്ങൾ അടക്കം ചെയ്യുന്നത് ഹാരിസൻ്റെ ഭൂമിയിൽ നിന്ന് സർക്കാർ ഇരന്നു വാങ്ങിയ സ്ഥലത്താണ്. ആലോചിച്ച് നോക്കൂ, നമുക്ക് അർഹതപ്പെട്ട ഭൂമി, നമ്മുടെ ഭൂമി കൈയടക്കി വെച്ചിരിക്കുന്ന ഹാരിസൺ എസ്റ്റേറ്റ്, അവരുടെ ഔദാര്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഹാരിസൺ വിട്ടു നൽകിയ ഭൂമിയിൽ റവന്യൂ മന്ത്രിയും മറ്റും പോയി അപേക്ഷിച്ചപ്പോൾ ഹാരിസൺ ഉദാര മനസ്സോടുകൂടി അത് വിട്ടുകൊടുത്തു. അവിടെയാണ് വയനാട്ടിലെ പാവങ്ങളെ ഭൗതിക ശരീരം സംസ്കരിച്ചത്. അവിടെയാണ് എല്ലാ ദൈവങ്ങളെയും വിളിച്ച് നമ്മുടെ മതപണ്ഡിതന്മാർ
കൂട്ടപ്രാർത്ഥന നടത്തിയത്. ഈ സത്യം കണ്ടെത്തുകയും നിയമ നടപടി സ്വീകരിക്കുകയും ചെയ്ത സുശീല ആർ ഭട്ടിനെ നമ്മൾ നാടുകടത്തി. UDF സർക്കാരിൻ്റെ കാലത്ത് അവർ നടത്തിയ നിയമ പോരാട്ടത്തിൻ്റെ ഫലമായിട്ടാണ് എറണാകുളം കളക്ടറായിരുന്ന രാജമാണിക്യം കമ്മീഷൻ ഈ കയ്യേറ്റങ്ങളെക്കുറിച്ച് അന്വേഷിക്കുകയും സമഗ്രമായ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുകയും ചെയ്തത്. അപ്പോൾ ഈ ഭൂമിയെല്ലാം പിടിച്ചെടുത്ത് ഭൂരഹിതരായ പാവങ്ങൾക്ക് നൽകണമെന്നും അവരുടെ സ്ത്രീകളുടെ പേരിൽ ആ ഭൂമി രജിസ്റ്റർ ചെയ്ത് കൊടുക്കണമെന്നും പുരുഷന്മാരുടെ പേരിൽ കൊടുത്താൽ അത് നശിപ്പിക്കപ്പെടുമെന്നും 10 ലക്ഷം ഹെക്ടറിനധികം ഭൂമി ഉള്ളതുകൊണ്ട് അതിനുവേണ്ടി പ്രത്യേക നിയമനിർമ്മാണം നടത്തണമെന്നും ആണ് രാജമാണിക്യം കമ്മിറ്റി റിപ്പോർട്ട് ചെയ്തത്. അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്ന നിവേദിത പി ഹരൻ അവരും സമർപ്പിച്ച റിപ്പോർട്ടിലും ഇതേ ആവശ്യം ഉന്നയിച്ചിരുന്നു. രാജമാണിക്യം റിപ്പോർട്ട് അറ്റത്ത് വെച്ചത് പിണറായി സർക്കാരാണ്. പിണറായി സർക്കാർ അധികാരമേറ്റ് റവന്യൂ വകുപ്പ് പതിവ് പോലെ CPI മന്ത്രി ഏറ്റെടുത്തപ്പോൾ ആദ്യം ചെയ്ത നടപടി സുശീല ആർ ഭട്ടിനെ ഗവൺമെൻറ് പ്ലീഡർ സ്ഥാനത്ത് നിന്ന് മാറ്റുക എന്നതായിരുന്നു. നമ്മുടെ ഭൂപരിഷ്കരണ നിയമം നടപ്പിലായ കാലത്ത് പോലും ലഭിക്കാത്ത അത്രയും ഭൂമി കൈയടക്കി വെച്ചിരിക്കുന്ന വൻ കുത്തകകളിൽ നിന്ന് അത് പിടിച്ചെടുത്ത് ഭൂരഹിതരായ മനുഷ്യർക്ക് നൽകാനുള്ളൊരു നടപടി സ്വീകരിക്കാത്ത കമ്മ്യൂണിസ്റ്റ് സർക്കാരുകളാണോ നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളിയെ എന്ന് പാടി നടന്നത്? ആ പാട്ട് യഥാർത്ഥത്തിൽ നമ്മുടെ കേരളത്തിലെ മനുഷ്യരുടെ ഹൃദയങ്ങളിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെന്നപ്പോഴാണ് EMS സർക്കാർ ലോകത്തിൽ ആദ്യമായി ബാലറ്റിലൂടെ അധികാരത്തിൽ വന്നത്, ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിൽ വന്നത്. ഈ ഭൂപരിഷ്കരണ നിയമത്തെക്കുറിച്ച് പറയുമ്പോൾ വളരെ രസകരമായ ഒരു സംഭവം എനിക്ക് ഓർമ്മയുണ്ട്. ആ സംഭവം എന്തെന്ന് വെച്ചാൽ CPIയുടെ MLA ആയിരുന്ന AK രാമൻകുട്ടി EMSനോടും EP ഗോപാലനോടുമൊപ്പം ഒളിവിൽ കഴിഞ്ഞപ്പോൾ സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മുടെ നാട് സ്വതന്ത്രമാണെന്ന് ബോധ്യപ്പെടുമ്പോൾ മാത്രമേ വിവാഹം കഴിക്കൂ എന്ന് പ്രതിജ്ഞ എടുത്ത 3 പേരായിരുന്നു EMSഉം EPയും AK രാമൻകുട്ടി. പക്ഷേ ആ പ്രതിജ്ഞ ലംഘിച്ച് EMSഉം EPയും എല്ലാം കുടുംബജീവിതത്തിലേക്ക് പോയി. പാവം AK രാമൻകുട്ടി മാത്രം വിവാഹിതനായില്ല. അദ്ദേഹം പഴയ ആദർശങ്ങളിൽ വിശ്വസിച്ച് ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ പാലക്കാട് എലപ്പള്ളിയിലെ വീട്ടിൽ കഴിയുമ്പോൾ ഒരിക്കൽ ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയി. അന്ന് അദ്ദേഹം വാർദ്ധക്യം ബാധിച്ചിരുന്നെങ്കിലും ജനീകം പത്രം അദ്ദേഹത്തിൻ്റെ മേൽവിലാസത്തിൽ എലപ്പള്ളിയിലെ വീട്ടിലേക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോഴും അദ്ദേഹം പത്രം വായിക്കുമായിരുന്നു. നമ്മുടെ നാടിനെക്കുറിച്ച് അദ്ദേഹത്തിന് ഒരുപാട് പറയാനുണ്ടായിരുന്നു. അപ്പോൾ പല കാര്യങ്ങൾ ചോദിച്ച കൂട്ടത്തിൽ ഞാൻ സഖാവ് AK രാമൻകുട്ടിയോട് ചോദിച്ചു, ഭൂപരിഷ്കരണ നിയമം ഫലത്തിൽ നമുക്ക് നടപ്പാക്കാൻ കഴിഞ്ഞോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു സംഭവ കഥ, ഭൂപരിഷ്കരണ ബിൽ നിയമസഭയിൽ ചർച്ച ചെയ്യുന്നതിൻ്റെ ഇടവേളയിൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായി പിരിഞ്ഞപ്പോൾ ആലത്തൂർ ആർ കൃഷ്ണൻ, നമ്മുടെ പഴയ കാല കമ്മ്യൂണിസ്റ്റ് നേതാവ് ആലത്തൂർ RK എന്നറിയപ്പെടുന്ന ആലത്തൂർ കൃഷ്ണൻ, അതുപോലെ കിട്ട OV വിജയൻ്റെ ബന്ധുവായിരുന്ന പിന്നീട് മതം മാറി ക്രൈസ്തവനായ കിട്ട, ഈ 3 പേരും കൂടിയാണ് ഭക്ഷണം കഴിക്കാൻ പോയത്. അപ്പോൾ സ്വാഭാവികമായും AK രാമൻകുട്ടി അവരോടൊരു സംശയം ചോദിച്ചു, അല്ല, ഈ നിയമം നടപ്പിലാകുമ്പോൾ യഥാർത്ഥത്തിൽ പാടത്ത് ജോലി ചെയ്യുന്ന തൊഴിലാളിക്ക് ഭൂമി ലഭിക്കുമോ? കുടിയാന്മാർക്കല്ലേ ലഭിക്കൂ? അപ്പോൾ ഈ നിയമം പൂർണ്ണമാണെന്ന് പറയാനാകുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ചിരിച്ചുകൊണ്ട് ആലത്തൂർ RKയും കിട്ടയും ഇദ്ദേഹത്തിന് മറുപടി നൽകിയത്, അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് എല്ലാവർക്കും ഭൂമിയും സൗകര്യങ്ങളും ലഭിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പാർട്ടിക്ക് പിന്നെ എന്താ പണി? അതാണ് യഥാർത്ഥത്തിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ എപ്പോഴും പുറകോട്ട് വലിക്കുന്ന ഒരു ഘടകം.